ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാള ടെലിവിഷനിലെ ഏറ്റവും വലിയ പ്രതികരണ വേദി തുടങ്ങുകയാണ്. അടുത്ത ഒരു മണിക്കൂറിൽ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറായിട്ട് 24-ന്റെ ഈ ഒരു മണിക്കൂർ ദൈർഘ്യത്തിൽ പോകുന്ന പരിപാടി മാറുന്നു. നിങ്ങളുടെ ഇടപെടലുകളും പ്രതികരണങ്ങളും ശബ്ദങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ഒരു മണിക്കൂർ നമ്മൾ ഒന്നിച്ചുള്ള ഒരു യാത്ര ഇവിടെ ആരംഭിക്കുന്നു. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ പരിപാടിയുടെ ജീവനും ആത്മാവും നിങ്ങളും നിങ്ങളുടെ പ്രതികരണങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രതികരിക്കാൻ ചില ടെലിഫോൺ നമ്പറുകൾ ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചു തരുന്നു. ആദ്യം വാട്സപ്പ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാർത്തകൾ അയക്കാം, ദൃശ്യങ്ങളൊക്കെ അയക്കാം. 6235968937. അതുപോലെ നിങ്ങൾക്ക് ഈ പരിപാടിയിൽ പ്രതികരിക്കാം. ഏതെങ്കിലും അഭിപ്രായത്തോട് വിയോജിപ്പുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അഭിപ്രായം പറയണം എന്ന് തോന്നിയാലോ നിങ്ങൾക്ക് വിളിക്കാൻ ഒരു ലാൻഡ് ലൈൻ നമ്പർ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിൻ്റെ നമ്പറാണ് 0484-230510 0484283051. ഇത് കൂടാതെ നിങ്ങൾക്ക് നമ്മുടെ 24-ന്റെ വാർത്താ ചാനൽ യൂട്യൂബിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. കമൻറ്റ് ബോക്സിൽ പോയി നിങ്ങളുടെ സന്ദേശങ്ങൾ അവിടെ കുറിക്കാം. അപ്പോൾ വിളികളും സന്ദേശങ്ങളും ദൃശ്യങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ഒരു മണിക്കൂർ നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഈ സംയുക്ത യാത്ര ഇവിടെ തുടങ്ങുന്നു, ആരംഭിക്കുന്നു. പൊതുജനം കഴുതയല്ല സാർ. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുൽ പി ഗോപാലിന്റെ സഹായി രാജേഷിന് ഇന്ന് കോടതി ജാമ്യം കൊടുത്തു. കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. മിഥില, പറയൂ വിശദാംശങ്ങൾ. SKN, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം എന്നത് രാജേഷിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ രാഹുലിനെ വിദേശത്തേക്ക് കടക്കാൻ ഉൾപ്പെടെ സഹായം നൽകി എന്ന കുറ്റം, അതായത് 212 വകുപ്പായിരുന്നു ഈ രാജേഷിനെതിരെ ചുമത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പാണ്. അത് പ്രകാരമാണ് കോടതി ജാമ്യം നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ ഈ രാജേഷിൻ്റെ അഭിഭാഷകൻ അല്പസമയം മുമ്പ് പറഞ്ഞൊരു കാര്യം, ഫറോക്ക് ACPക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. കാരണം ജാമ്യം ലഭിക്കാവുന്ന ഒരു വകുപ്പാണ് 212. ആ വകുപ്പ് പ്രകാരം ജാമ്യം ലഭിക്കുമെന്നിരിക്കെ റിമാൻഡ് റിപ്പോർട്ടിൽ ഈ പ്രതിയെ റിമാൻഡ് ചെയ്യണമെന്ന ഒരു ആവശ്യം അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് നിയമവിരുദ്ധമാണ്. ഈ ഒരു സാഹചര്യത്തിൽ രാജേഷിനു വേണ്ടി നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് അഭിഭാഷകൻ അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ കേസിൽ ഇന്ന് സംഭവിക്കേണ്ടിയിരുന്നത് ഈ രാഹുലിൻ്റെ അമ്മയെയും സഹോദരിയെയും ചോദ്യം ചെയ്യാൻ വേണ്ടി നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ ACP ഓഫീസിൽ ഹാജരാകണം എന്ന ഒരു നിർദ്ദേശമായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവർ രണ്ടുപേരും ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഇന്ന് ഹാജരാകാൻ കഴിയില്ല എന്ന് അറിയിക്കുകയുണ്ടായി. ഇനി അടുത്ത ദിവസം ഇവർക്ക് ഹാജരാകുന്നതിനായി വീണ്ടും നോട്ടീസ് നൽകും. SKN. ഓക്കെ, താങ്ക് യു മിഥില ബാലൻ. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുൽ പി ഗോപാലിനെ രാജ്യം വിടാൻ സഹായിച്ചതിനാണ് സുഹൃത്ത് രാജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് നിന്ന് റോഡ് മാർഗം രാഹുലിനെ ബംഗളൂരുവിൽ എത്തിച്ചത് രാജേഷാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. രാഹുൽ പി ഗോപാലിനായി ഇന്റർപോൾ ബ്ലൂ കോർണർ നോട്ടീസും പുറത്തിറങ്ങി. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതിയായ രാഹുൽ പി ഗോപാൽ കഴിഞ്ഞ ദിവസമാണ് റോഡ് മാർഗം കോഴിക്കോട് നിന്നും ബംഗളൂരുവിലെത്തിയത്. അവിടെ നിന്നും വിമാനമാർഗം ആദ്യം സിംഗപ്പൂരിലേക്കും തുടർന്ന് ജർമ്മനിയിലും എത്തി. പ്രതിക്ക് കൂടുതൽ ആളുകളുടെ സഹായം ലഭിച്ചെന്ന പോലീസിന്റെ സംശയമാണ് പി രജീഷിലേക്ക് എത്തിയത്. കൂടുതൽ പേർ പ്രതിക്ക് സഹായം നൽകിയെന്ന പോലീസിന്റെ സംശയത്തിന് ബലം നൽകുന്നതായിരുന്നു പെൺകുട്ടിയുടെ മൊഴി. അന്വേഷണത്തിനൊടുവിലാണ് മാങ്കാവ് സ്വദേശി പി രജീഷിനെ ഇന്ന് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് വിശദമായി ചോദ്യം ചെയ്തു. ഒടുവിൽ 212 വകുപ്പ് ചുമത്തി അറസ്റ്റ്. ആവശ്യമെങ്കിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. ജർമ്മനിയിലുള്ള പ്രതി രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. ഇതിന്റെ ഭാഗമായാണ് കേരള പോലീസ് CBIയുടെ സഹായത്തോടെ ഇന്റർപോൾ വഴി ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കിയത്. ജർമ്മനി, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലെ വിവരങ്ങൾ കണ്ടെത്തുകയാണ് ലക്ഷ്യം. ദുരനുഭവം ആദ്യം തന്നെ പങ്കുവെച്ച യുവതി മാതൃകയാണെന്ന് മന്ത്രി R ബിന്ദു. രാഹുൽ പി ഗോപാലിന്റെ അമ്മയ്ക്കും സഹോദരിക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇന്നും നോട്ടീസ് നൽകി. എന്നാൽ തുടർച്ചയായ 2ാം തവണയും ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ കുടുംബം എത്തിയില്ല. രാഹുലിന്റെ കുടുംബം അന്വേഷണത്തോട് നിസ്സഹരിക്കുന്നുവെന്ന ആരോപണം ശരിവെക്കുന്നതാണ് കുടുംബത്തിന്റെ ഈ സമീപനം. നാളെ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. വർഗീസിന്റെ ഒരു യൂട്യൂബ് സന്ദേശം. അദ്ദേഹം പറയുന്നത് ഇത് പിണറായിയും വിട്ടാസും ശശിയായ കേസാണ്, വിട്ടുകളയുന്നത്. ഇത് പിടിച്ച് കയറാതെ വിട്ടരെ ഉമ്മൻചാണ്ടി സാർ മരിച്ചു പോയല്ലോ എന്നാണ് പറയുന്നത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഉമ്മൻചാണ്ടിയോട് കേരള രാഷ്ട്രീയം നീതികേട് കാണിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ മരണാനന്തരം ചില ആളുകളൊക്കെ ഒതുക്കിയൊക്കെ ഈ കാര്യം പറയുന്നുണ്ട്. സോളാറിലൂടെ
ഉമ്മൻചാണ്ടിയെ വല്ലാത്ത രീതിയിൽ നോവിച്ചു നമ്മുടെ കേരള രാഷ്ട്രീയം. അതിൽ പല നേതാക്കന്മാർക്കും പ്രത്യക്ഷമായ പങ്കുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ വാർത്തയിലേക്കാണ് പോകുന്നത്. ഇടുക്കിയിലെ കട്ടപ്പന പീരുമേട് മേഖലകളിൽ നല്ല മഴ പെയ്യുകയാണ്. ഹൈറേഞ്ച് മേഖലയിൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും വീശുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രാഹുൽ വിജയൻ ടെലിഫോണിൽ ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, വിശദാംശങ്ങൾ. ഹൈറേഞ്ച് മേഖലയിൽ പലയിടത്തും ശക്തമായ മഴ പെയ്യുന്നുണ്ട്. കട്ടപ്പന, പീരുമേട് എന്നിവിടങ്ങളിലാണ് നിലവിൽ മഴ പെയ്യുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഉച്ചയ്ക്ക് തുടങ്ങിയ മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട്. ജില്ലയിലെ മറ്റിടങ്ങളിലും ഇടവിട്ട് ശക്തമായ മഴ പെയ്യുകയാണ്. മാത്രമല്ല മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശക്തമായ മഴയിൽ കാഞ്ഞാർ, പുള്ളിക്കാനം, വാഗമൺ റോഡിൽ പൂത്തോടിന് സമീപം മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ JCB എത്തിച്ച് മണ്ണ് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവഴിയുള്ള യാത്രയിൽ കൃത്യമായ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം പോലീസിന്റെയും റവന്യൂ വിഭാഗത്തിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പല മേഖലകളിലും തൊടുപുഴയിൽ ഉൾപ്പെടെ ശക്തമായ മഴ ഇടുക്കി ജില്ലയിൽ പെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ. ഇർവിൻ പറയുന്നു ഇപ്പോൾ ഓട്ടോ റെക്കോർഡിംഗ് ആണ് SKN. പലർക്കും അത് അറിയില്ല, അവരുടെ മൊബൈൽ ഫോണിൽ റെക്കോർഡിംഗ് നടക്കുന്നുവെന്ന്. ശരിയാണ്, എന്നാൽ ചില ഫോണിൽ അങ്ങനെ ഇല്ല. ഐഫോണിലൊക്കെ അങ്ങനെ റെക്കോർഡിംഗ് സംവിധാനം ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംസ്ഥാനത്ത് മഞ്ഞപ്പിത്ത ആശങ്ക ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. ഈ വർഷം ഇതുവരെ 1977 പേർ മഞ്ഞപ്പിത്തത്തിന് ചികിത്സ നേടി. എറണാകുളത്തെ വേങ്ങൂരിന് പുറമെ കളമശ്ശേരിയിലും മഞ്ഞപ്പിത്ത വ്യാപന പ്രതിസന്ധി തുടരുന്നുവെന്നാണ് ഞങ്ങളുടെ വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കളമശ്ശേരിയിലെ 5 ഹോട്ടലുകൾ ഇന്ന് പൂട്ടി. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന പശ്ചാത്തലത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ ശക്തമാക്കുമെന്ന് മന്ത്രി MB രാജേഷ് 24 ഇന്ന് പറഞ്ഞു. മഴ ശക്തമാകുന്നതിന് മുൻപ് തന്നെ സംസ്ഥാനം പകർച്ചവ്യാധി ഭീഷണിയിലാണ്. ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നത് മഞ്ഞപ്പിത്തം. സംസ്ഥാനത്ത് ഇതുവരെ ഈ മാസം വരെ രജിസ്റ്റർ ചെയ്തത് 1977 കേസുകൾ. അതിൽ 8 പേർക്ക് ജീവൻ നഷ്ടമായി. ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ടത് എറണാകുളം ജില്ലയിലെ വേങ്ങൂർ പഞ്ചായത്ത്. മഞ്ഞപ്പിത്തം പ്രതിരോധിക്കാൻ ആരോഗ്യവകുപ്പ് ഊർജിതമായ ശ്രമം നടത്തുന്നുണ്ട്. ത്വക്കും കണ്ണും മഞ്ഞ നിറത്തിലാകുക എന്നുള്ളതാണ് പ്രധാന രോഗലക്ഷണം. വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയുമാണ് മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നത്. ഛർദി, പനി, തലകറക്കം, ക്ഷീണം ഇവയെല്ലാം പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങളാണ്. ഇത്തരം സാഹചര്യമുണ്ടെങ്കിൽ ഏറ്റവും അടിയന്തരമായി വാർഡ് കൗൺസിലറെയോ ആരോഗ്യ പ്രവർത്തകരെയോ ബന്ധപ്പെടേണ്ടത് അനിവാര്യമാണ്. എറണാകുളം ജില്ലയിലെ വേങ്ങൂർ പഞ്ചായത്താണ് മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ട ഹോട്ട്സ്പോട്ട്. ആദ്യം രോഗം സ്ഥിരീകരിച്ചത് ഏപ്രിൽ 17-ാം തീയതി. ഒരു മാസം എത്തുമ്പോഴേക്കും 189 പേർക്കാണ് മഞ്ഞപ്പിത്ത രോഗബാധ പഞ്ചായത്തിൽ സ്ഥിരീകരിച്ചത്. 2 പേർക്ക് ജീവൻ നഷ്ടമായി. പ്രധാനപ്പെട്ട ആക്ഷേപം വാട്ടർ അതോറിറ്റി ജീവനക്കാർക്കെതിരെയാണ്. പൊതു ടാങ്കിൽ നിന്നുള്ള വെള്ളം ശുദ്ധീകരിച്ച് നൽകാത്തതാണ് രോഗം പടർന്നു പിടിക്കാൻ കാരണമെന്ന് ആരോഗ്യവകുപ്പും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. വ്യക്തി ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം വീടിന് സമീപത്തുള്ള ജലസ്രോതസ്സുകളും വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കണം. പരമാവധി ചൂടുവെള്ളം കുടിക്കുക. സ്വയം ചികിത്സ ഒഴിവാക്കുക. ആരോഗ്യവകുപ്പ് നൽകുന്ന ഇത്തരം നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചാൽ ഒരു പരിധിവരെ പകർച്ചവ്യാധികളിൽ നിന്ന് രക്ഷ നേടാം. കൊച്ചിയിൽ നിന്ന് VS രാഹുലിനൊപ്പം വിഷ്ണു സുരേഷ്, 24. മലപ്പുറം ചീക്കോട് ചാലിയാർ പുഴയിൽ കുളിക്കാനിറങ്ങിയ 4 വിദ്യാർത്ഥികളെ ഇന്ന് നീർനായ കടിച്ചു. 6 വയസ്സുകാരനെ നീർനായ വലിച്ചുകൊണ്ടുപോയെങ്കിലും ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾ രക്ഷപ്പെടുത്തിയെന്നാണ് പറയുന്നത്. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുന്നു. ഷഹദ്, പറയൂ വിശദാംശങ്ങൾ. വലിയൊരു അപകടമാണ് ഒഴിവായത് എന്ന് വേണം പറയാൻ. ചാലിയാറിലാണ് നീർനായയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ കുറെ അധികം നാളുകളായിട്ട് ഈ മേഖലയിൽ ഇത്തരത്തിൽ നീർനായയുടെ ആക്രമണമുണ്ട്. നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട പരാതിയൊക്കെ നൽകിയതാണ്. ആ ഘട്ടത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ മേഖലയിൽ കൂട് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ നീർനായ വരുന്നതും അല്ലെങ്കിൽ ഇത്തരത്തിൽ ആളുകളെ കടിക്കുന്നതിനും യാതൊരു വിധത്തിലുള്ള പരിഹാരവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് 6 വയസ്സുകാരൻ മുഹമ്മദ് റയ്യാനാണ് നീർനായയുടെ കടിയേറ്റത്. ഈ കുട്ടിയെ നീർനായ കടിക്കുകയും പിന്നീട് വലിച്ചഴിച്ച് ഈ പുഴയിലൂടെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ കൂടെ ഉണ്ടായിരുന്ന മറ്റ് 3 വിദ്യാർത്ഥികൾ
കുട്ടികൾ ചേർന്ന്, അതായത് റയ്യാന്റെ തന്നെ ബന്ധുക്കളായിട്ടുള്ള 3 കുട്ടികൾ ചേർന്ന് ഈ റയ്യാനെ കരക്ക് വലിച്ച് കയറ്റുകയായിരുന്നു. അങ്ങനെയാണ് ഈ കുട്ടി രക്ഷപ്പെട്ടത്. ഏറെ ദൂരം ഈ നീർനായ ഈ കുട്ടിയെ വലിച്ചു കൊണ്ടുപോയെങ്കിലും ഈ കുട്ടികൾ കണ്ട് കൃത്യസമയത്ത് സാഹസികമായി രക്ഷപ്പെടുത്തിയതുകൊണ്ടാണ് റയ്യാൻ ഇന്ന് ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ഈ പരിക്ക് പറ്റിയ കുട്ടികളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സ നേടുകയും ചെയ്തു. അതിൽ റയ്യാന്റെ കാലിലാണ് കടിയേറ്റിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ബന്ധുക്കളൊക്കെ പറയുന്നത്. ദൃശ്യങ്ങളിലും അത് വളരെ വ്യക്തമാണ്. ആ മുറിവ് കുറച്ച് വലുതാണ്, അല്ലെങ്കിൽ കുറച്ച് ഗുരുതരമാണ്. ബാക്കി കൂടെ ഉണ്ടായിരുന്ന 3 കുട്ടികളുടെ മുറിവ് അത്ര ഗുരുതരമല്ല, സാധാരണ മുറിവുകളാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ നാട്ടുകാർ പരാതി നൽകിയതാണ്. ഇപ്പോൾ ഈ ഒരു സംഭവത്തോടു കൂടി ഇപ്പോൾ നാട്ടുകാരാകെ ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ഒരു ദേഷ്യത്തിലും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമ്മർദ്ദത്തിലുമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഒരു നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് നാട്ടുകാരെല്ലാവരും ആവശ്യപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു ഷഹദർ റഹ്മാൻ. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയിലെ ഭിന്നത തുറന്ന പോരിലേക്ക് രാജ്യസഭാംഗം സ്വാതി മാലിവാളിനെ തള്ളി ആം ആദ്മി പാർട്ടി രംഗത്ത് വന്നു. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ PA വിഭവ് കുമാറിനെതിരെ പരാതി നൽകിയ സ്വാതി മാലിവാൾ BJPയുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്നുവെന്നാണ് ആം ആദ്മി മന്ത്രി അദീഷി ആരോപിക്കുന്നത്. स्वाति मालीवाल जी को दिल्ली के मुख्यमंत्री अरविंद केजरीवाल जी के घर 13 मई को सुबह सुबह भेजा गया। इस षड्यंत्र का इरादा था अरविंद केजरीवाल जी पर झूठे आरोप लगाना। स्वाति मालीवाल जी इस षड्यंत्र का चेहरा थी। स्वाति मालीवाल जी इस षड्यंत्र का मोहरा थी। നേരത്തെ സ്വാതി മാലിവാൾ കെജ്രിവാളിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുമായി തർക്കിക്കുന്നൊരു വീഡിയോ ആം ആദ്മി പാർട്ടി പുറത്തുവിട്ടിരുന്നു. വിഭവ് കുമാറിന് എതിരെ സ്വാതി മാലിവാൾ പോലീസിന് പരാതിയും കൊടുത്തു. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. നിതിൻ, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? SK ആം ആദ്മി പാർട്ടിയിലെ ഈ ഒരു സംഭവം, അതായത് ഒരു വിവാദം ഉയർന്നു വന്ന വിവാദം അതൊരു തുറന്ന പോരിലേക്ക് മാറിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ അതിഷി സ്വാതി മലിവാളിനെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് BJPയുടെ ചട്ടുകമായി അതിഷി സ്വാതി മാറുന്നു എന്നൊരു ആരോപണമാണ് പ്രധാനമായും അതിഷി ഉന്നയിച്ചത്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിലാണ്. ഇവിടെ അല്പസമയം മുമ്പ് തന്നെ സ്വാതി മലിവാളിന്റെ തെളിവെടുപ്പടക്കം നടന്നിരുന്നു. ഇപ്പോൾ തെളിവെടുപ്പിന് ശേഷം സ്വാതി മലിവാൾ ഇവിടുന്ന് മടങ്ങിയിട്ടുണ്ട്. ഈ വസതിയിലെ സ്വീകരണ മുറിയിൽ വെച്ച് അരവിന്ദ് കെജ്രിവാളിന്റെ PA വിഭവ് കുമാർ മർദ്ദിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. പരാതിയിൽ ഗുരുതരമായ ചില ആരോപണങ്ങളടക്കം ഉന്നയിക്കുന്നുണ്ട്. 8 തവണ കരണത്തടിക്കുകയും അതിനുശേഷം ചവിട്ടുകയും പിന്നീട് മർദ്ദനം തുടർന്നു എന്നാണ് സ്വാതി മലിവാളിന്റെ പരാതിയിൽ പറയുന്നത്. പക്ഷേ ഈ പരാതിയിലെ വിശദാംശങ്ങൾ പുറത്തുവന്ന് ഏതാണ്ട് മിനിറ്റുകൾക്കകം തന്നെ ആം ആദ്മി പാർട്ടിയുടെ X അക്കൗണ്ടിലൂടെ 52 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ പുറത്തു വന്നു. ആ വീഡിയോയിൽ സ്വാതി മലിവാളും അതോടൊപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കിക്കുന്നതാണ്. അത്തരത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി തർക്കിക്കുന്ന വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ആം ആദ്മി പാർട്ടി തന്നെ അത് പിൻവലിക്കുന്നൊരു നിലപാട് സ്വീകരിച്ചു. എന്തായാലും ഇതിന് പിന്നാലെ സ്വാതി മലിവാളും ചില പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു വാടക കൊലയാളെ മാറ്റുന്നു എന്ന ഒരു രാഷ്ട്രീയമായി തന്നെ ഈ ഒരു വിഷയത്തിൽ ചില ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമം ചില ആളുകളുടെ ഭാഗത്ത് നടക്കുന്നെന്ന ഒരു വിമർശനമാണ് പ്രധാനമായും സ്വാതി മലിവാൾ പിന്നീട് X അക്കൗണ്ടിലൂടെ പ്രതികരിച്ചത്. എന്തായാലും ഇതൊരു തുറന്ന പോരിലേക്ക് മാറിയിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കാര്യം അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യത്തിന് ശേഷം വലിയ പ്രതിഷേധവും എല്ലാം തന്നെ BJPക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. വലിയ ആഘോഷമാക്കി BJPക്കെതിരെ അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യമടക്കം മാറ്റുന്നതിനിടയിലാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ഭിന്നത അത് വലിയ തുറന്ന പോരിലേക്ക് മാറിയിരിക്കുന്നത്. മാത്രമല്ല സ്വാതി മലിവാൾ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആരോപണമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. എന്തായാലും ഇപ്പോൾ തുറന്ന പോരിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ എന്തായാലും മന്ത്രി അതിഷി തന്നെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം സ്വാതി മലിവാൾ പോലീസ് നൽകിയ മൊഴി പ്രകാരമാണെങ്കിൽ സ്വീകരണ മുറിയിൽ ഈ സംഭവം നടക്കുമ്പോൾ വീട്ടിൽ അരവിന്ദ് കെജ്രിവാൾ ഉണ്ടായിരുന്നു, പക്ഷേ സ്വീകരണ മുറിയിൽ ഉണ്ടായിരുന്നില്ലെന്നാണ്. എന്നാൽ ഇന്ന് മന്ത്രി അതിഷി നൽകിയ വിശദീകരണം, ഈ വീട്ടിൽ അന്ന് അരവിന്ദ് കെജ്രിവാൾ ഉണ്ടായിരുന്നില്ല. ഒരു രാജ്യസഭാംഗമായ സ്വാതി മലിവാളിനെ ഏത് നിലയിലാണ് മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് വരുമ്പോൾ അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടതെന്ന് അറിയില്ലെന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. അത്തരത്തിൽ ഒരു തുറന്ന പോലിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ സ്വാതി മലിവാളിന്റെ നീക്കം ശ്രദ്ധേയമാകും. അല്പസമയം തന്നെ തെളിവെടുപ്പടക്കം പൂർത്തിയായിട്ടുണ്ട്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്നോ നാളെയോ ഡൽഹി പോലീസിന്റെ ഭാഗത്തുനിന്നും അടുത്ത നടപടികൾ സ്വീകരിക്കും. അതിൽ വിഭവ് കുമാറിനെ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടിയിൽ കടക്കാനാണ് ഇപ്പോൾ നീക്കം. ഇന്ന് വിഭവ് കുമാറിന്റെ വീട്ടിലേക്ക് ഡൽഹി പോലീസ് എത്തിയിരുന്നു. ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വസതിയിലെ CCTV ദൃശ്യങ്ങളും കൈമാറണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഇനിയിപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ ഓഫീസ് സ്വീകരിക്കുന്ന നിലപാട്, അതോടൊപ്പം തന്നെ സ്വാതി മലിവാളിന്റെ അടുത്ത നീക്കം, ഇതിൽ ആം ആദ്മി പാർട്ടി ഏത് നിലപാട് സ്വാതി മലിവാളിനെതിരെ സ്വീകരിക്കും എന്നതും ശ്രദ്ധേയമാണ്. കാരണം സ്വാതി മലിവാളിന്റെ വാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ട് മന്ത്രി തന്നെ രംഗത്തെത്തുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇനി അടുത്ത നീക്കങ്ങളെല്ലാം ഏറെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ചും ആം ആദ്മി പാർട്ടി ഇപ്പോൾ
ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യത്തോട് തന്നെ വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു രാജ്യസഭാ അംഗം തന്നെ വലിയ ഗുരുതര ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. MP തള്ളിക്കൊണ്ട് മന്ത്രി രംഗത്തുണ്ട്. അങ്ങനെ ഒരു കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഡൽഹിയിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ അടുത്ത ഡൽഹി പോലീസ് നീക്കവും ഏറെ പ്രധാനപ്പെട്ടതാണ്. അല്പസമയം മുമ്പ് തന്നെയാണ് ഡൽഹി പോലീസ് സംഘം ഇവിടെ നിന്ന് മടങ്ങിയത്. നിലവിലിപ്പോൾ ഓക്കെ, താങ്ക് യു നിതിൻ അംബുജൻ. നിഖിൽ പ്രമേഷ് ഇപ്പോൾ ആശ്വാസകരമായ വാർത്ത അറിയിക്കുന്നു. മണ്ണാർക്കാട് തേങ്കരയിൽ നിന്ന് കാണാതായ കുട്ടികളെ കണ്ടെത്തി. അമ്മ വഴക്ക് പറയുമെന്ന് കരുതി കൂട്ടുകാരുടെ വീട്ടിൽ മാറിയിരിക്കുകയായിരുന്നു കുട്ടികളെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നാട്ടുകാരാണ് കുട്ടികളെ കണ്ടെത്തി പോലീസിനെ വിവരം അറിയിച്ചത്. ആശ്വാസമായി എന്തായാലും. രേണുകൻ വളവനാട് പറയുന്നു, SKN രാവിലെ വരുമ്പോഴും വൈകുന്നേരം വരുമ്പോഴും ഈ അപകടത്തിൻ്റെ വാർത്തകളാണല്ലോ വായിക്കേണ്ടി വരുന്നത്. തലയിലെഴുത്ത് അല്ലാതെന്ത്. നമുക്കറിയാം ഇന്നത്തെ വിയർപ്പിൻ്റെ ഫലം നാളെ സ്വസ്ഥമായൊരു ജീവിതത്തിന് ഉതകും എന്ന ഒരേ ഒരു പ്രതീക്ഷയിലാണ് സാധാരണക്കാർ അവരുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം എപ്പോഴും മാറ്റിവെക്കുന്നത്. ഉണ്ടായിട്ടല്ല പലരും അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ അവരുടെ ആഗ്രഹങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നതിൻ്റെ ഒരുപാട് വാർത്തകൾ നമ്മുടെ സംസ്ഥാനത്ത് വരുന്നുണ്ട്. അതൊക്കെ വല്ലാത്ത ആശങ്കയും ജനങ്ങളുണ്ടാക്കുന്നു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി തൃശ്ശൂരിൻ്റെ തീരദേശ മേഖലയിൽ നിന്നാണ് പുതിയൊരു തട്ടിപ്പിൻ്റെ വാർത്ത പുറത്തു വരുന്നത്. പ്രവാസി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന സ്ഥാപനത്തിൽ നിക്ഷേപം നടത്തിയവരാണ് പരാതിയുമായി രംഗത്തെത്തിയത്. പ്രവാസി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന പേരിൽ പ്രവാസികളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചു തുടങ്ങിയ കമ്പനി കരുതലാകുമെന്ന് കരുതി നിരവധി പ്രവാസികൾ നിക്ഷേപം നടത്തി. പക്ഷേ കാത്തിരുന്നത് മറ്റൊരു വലിയ നിക്ഷേപ തട്ടിപ്പായിരുന്നു. പ്രവാസികളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമെന്ന നിലയിലായിരുന്നു നിക്ഷേപങ്ങൾ സ്വീകരിച്ചത്. ഇതോടെ വിദേശത്തും സ്വദേശത്തുമുള്ളവർ ഒരുപോലെ നിക്ഷേപം നടത്തി. എന്നാൽ ഒരു വർഷമായി പലിശ പിൻവലിക്കാതാവുകയും നിക്ഷേപം പിൻവലിക്കാൻ സാധിക്കാതെ വരികയും ചെയ്തതോടെയാണ് നിക്ഷേപകർ പ്രതിസന്ധിയിലായത്. പൈസ ആയിട്ടും ഗോൾഡായിട്ടും നിക്ഷേപമുണ്ട്. ഗോൾഡ് സ്കീം എന്ന് പറഞ്ഞിട്ട് ഇവർ സ്കീം കൊണ്ടുവന്നു. ഒരു 10 പവൻ ഗോൾഡ് ഇവിടെ കമ്പനിയിൽ വെക്കുകയാണെങ്കിൽ മാസം 500 രൂപ ഇൻസെൻറ്റീവായിട്ട് തരാം. 10 പവൻ 500 രൂപ മാസം. അങ്ങനെ പലരും ഗോൾഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്ത ഗോൾഡ് എടുത്തിട്ട് ഇവിടുത്തെ ഡയറക്ടർ ബോർഡിലെ ഒരു ഡയറക്ടർ മറ്റു പല ബാങ്കിലേക്ക് ആ ഗോൾഡ് കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. പ്രവാസികളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുന്ന വിവിധ കമ്പനികളുടെ കൂട്ടായ്മയായാണ് പ്രവാസി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് തൃപ്രയാർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നത്. 2005 രൂപീകരിച്ച കമ്പനിയുടെ തൃശ്ശൂരിലെയും വാടാനപ്പള്ളിയിലെയും ഓഫീസുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ചാവക്കാട്ടെയും തൃപ്രയാറിലെയും ഓഫീസുകൾ ഭാഗികമായേ പ്രവർത്തിക്കുന്നുള്ളൂ. 50,000 രൂപ മുതൽ 30 ലക്ഷം വരെ നിക്ഷേപിച്ചവരിൽ അധികം പേർക്കും 4 വർഷമായി പലിശ ലഭിക്കുന്നില്ല. കമ്പനിയിൽ നിന്ന് മുതലും പലിശയും ലഭിക്കാതായതോടെ പോലീസിൽ പരാതി നൽകി. തൃശൂർ, പാവറട്ടി, വാടാനപ്പള്ളി, ചാവക്കാട് സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ പരാതികൾ നിലനിൽക്കുന്നുണ്ട്. ഈ പ്രവാസി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പ്രവാസികൾക്ക് ഒരു പ്രതീക്ഷയാണ്. പ്രവാസികളുടെ ജീവിതം സുരക്ഷിതമാക്കാനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് ഒരു പരിഗണന കൊടുക്കാവുന്ന ഒരു സ്ഥാപനം എന്നുള്ള രീതിയിലാണ് പല പ്രവാസികളും 10, 30, 40 വർഷമൊക്കെ ജോലി ചെയ്തിട്ട് അവിടെ ഈ ആടുജീവിതം നയിച്ചതുപോലുള്ള ജീവിതം നയിച്ചിട്ടാണ് ഈ നക്കാപ്പിച്ച പൈസ ഒക്കെ ഉണ്ടാക്കുന്നത്. ആ പൈസ കൊടുത്തിട്ടാണ് ഇവിടെ ഇട്ടിട്ടാണ് ഇവർ ഈ തോന്നിയാസമൊക്കെ നടത്തുന്നത്. ഇന്ന് പല കുടുംബങ്ങളും ആത്മഹത്യയുടെ വക്കിലാണ്. പണമായുള്ള നിക്ഷേപത്തിന് പുറമെ സ്വർണവും പലരും നിക്ഷേപിച്ചിരുന്നു. 10 പവൻ സ്വർണം സ്ഥാപനത്തിന്റെ ലോക്കറിൽ സൂക്ഷിച്ചാൽ 500 രൂപ ഇൻസെന്റീവ് ലഭിക്കുന്നതായിരുന്നു സ്കീം. സ്വർണം എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം. എന്നാൽ ഇൻസെന്റീവ് ലഭിക്കാതായതോടെ നിക്ഷേപകർ സ്വർണം പിൻവലിക്കാൻ ശ്രമിച്ചെങ്കിലും ലഭ്യമായിരുന്നില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സ്വർണം പല ധനകാര്യ സ്ഥാപനങ്ങളിലും പണയം വച്ചതായി കണ്ടെത്തി. ഇതോടെ കൂടുതൽ പേർ സ്ഥാപനത്തിനെതിരെ പരാതിയുമായി രംഗത്തെത്തുകയായിരുന്നു. കമ്പനി കബളിപ്പിക്കുന്നത് ബോധ്യമായതോടെ ഇരയായ നിക്ഷേപകർ സംഘടന രൂപീകരിച്ചു. സംഘടനയിലുള്ള 100-നടുത്ത് അംഗങ്ങൾക്ക് കമ്പനിയിൽ 10 കോടിയിലധികം രൂപയുടെ നിക്ഷേപമുണ്ട്. സംഘടനയിൽ അംഗങ്ങളല്ലാത്തവരുടെ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപവും കമ്പനിയിലുണ്ട്. 100 കോടിയുടെ അടുത്ത് നിക്ഷേപം മടക്കി കിട്ടാനുണ്ടെന്നാണ് നിക്ഷേപകരുടെ ആരോപണം. കമ്പനി അധികൃതർക്കെതിരെ പോലീസ് പരാതിയുണ്ടെങ്കിലും നടപടികളിലേക്ക് കടക്കാത്തതിന് പിന്നിലും ഉന്നത രാഷ്ട്രീയ ഇടപെടലുണ്ടെന്ന ആരോപണവും ശക്തമാണ്. വിദേശ നാടുകളിലടക്കം ചോര നീരാക്കി പണിയെടുത്ത കാശാണ് ഈ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചത്. പ്രവാസികൾ മുതൽ 380 രൂപ ദിവസക്കൂലിക്ക് പണിയെടുക്കുന്നവർ വരെ വിശ്വാസപൂർവ്വം നിക്ഷേപം നടത്തി. ഇന്ന് എല്ലാം നഷ്ടപ്പെട്ടവർ ചോദിക്കുന്നത് നീതി മാത്രമാണ്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ. കമ്പനി അധികൃതർക്കെതിരെ പരാതി ഉണ്ടായിട്ടും പോലീസ് നടപടികൾ സ്വീകരിക്കാത്തതിൻ്റെ പിന്നിൽ ഉന്നത രാഷ്ട്രീയ ഇടപെടലെന്ന് നാട്ടുകാർക്ക് ആരോപണമുണ്ട്. അവരുടെ പ്രതികരണങ്ങളിലേക്ക്.
കഷ്ടപ്പെട്ട് പണിയെടുത്ത പൈസയാണ്. അതിപ്പോൾ ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിലായി. അപ്പോൾ അതുകൊണ്ട് സർക്കാർ ഇതിൽ അടിയന്തരമായിട്ട് ഇടപെടണം. 2019 ഒരു ലൈസൻസ് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. നമുക്ക് ഡയറക്റ്റ് അറിയില്ല, നമുക്ക് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇവർ പലരും ഡെപ്പോസിറ്റ് സ്വീകരിച്ചിട്ടുണ്ട്. അത് ലൈസൻസ് ഇല്ലാതെ അവർ ഡെപ്പോസിറ്റ് സ്വീകരിച്ചിരിക്കുന്നത്. ഇവരുടെ ഈ തൊട്ട് കാണുന്ന സ്ഥലം ഇവരുടേതായിരുന്നു. ആ സ്ഥലം വിറ്റിട്ട് നമുക്ക് പൈസ തരാമെന്ന് പറഞ്ഞു. അത് വിറ്റിട്ട് അവർ പൈസ തന്നില്ല. ഇത് ഏകദേശം ഒരു 100 കോടിയുടെ അടുത്ത് ഇവിടെ തട്ടിപ്പടന്നിട്ടുണ്ട്. ഇത് മുൻ ഡയറക്ടർമാരാണ് ഇതിൻ്റെ പിന്നിലാണ് ഈ രാമകൃഷ്ണൻ എന്ന ഇപ്പോഴത്തെ ചെയർമാൻ പറയണത്. ഈ ഡയറക്ടർമാർ കുറേയൊക്കെ ഗൾഫിലേക്ക് പോയിട്ടുണ്ട്. ഇത് മറ്റൊരു കരുവന്നൂരാണ്. ഇനി കുറ്റകൃത്യങ്ങളുടെ വാർത്താലോകം ഞാൻ പരിശോധിക്കുകയാണ്. കേസ് ഡയറി. നമുക്കിടയിലൂടെ ഇരച്ചുപായുന്ന ട്രെയിനുകളിൽ കുറ്റകൃത്യങ്ങൾ തുടർക്കഥയാകുന്നു എന്നത് നമ്മളെ ആശങ്കപ്പെടുത്തുന്നു, അത്ഭുതപ്പെടുത്തുന്നു. ഒന്നിനു പിറകെ ഒന്നാകെ ഓരോ അപകടങ്ങൾ വരുമ്പോൾ നമ്മുടെ സുരക്ഷാ സംവിധാനത്തെക്കുറിച്ച് നമുക്ക് അത്ഭുതം തോന്നുകയാണ്. ഏറ്റവും ഒടുവിൽ ഇന്ന് കർണാടകത്തിൽ നിന്നൊരു വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണ്. ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത ഒരാളെ ചോദ്യം ചെയ്തതിന് റെയിൽവേ ജീവനക്കാരനെ യാത്രക്കാരൻ കുത്തിക്കൊന്നു എന്ന വാർത്തയായിരുന്നു. ടിടിക്കും മറ്റൊരു യാത്രക്കാരനും ഇതിൽ അക്രമത്തിൽ പരിക്കേറ്റു എന്ന വാർത്തയുമുണ്ട്. കുപ്പിയിൽ നിറച്ച പെട്രോളോ തോക്കോ കത്തിയോ വടിവാളോ എന്തുമെടുത്ത് ഏത് കൊടും കുറ്റവാളിക്കും ഈ രാജ്യത്തു ട്രെയിനുകളിൽ കയറാം. മനസ്സിലുറപ്പിച്ച കുറ്റകൃത്യം നടപ്പിലാക്കാം. ഇറങ്ങിയോടി രക്ഷപ്പെടാം. അങ്ങനെ 100 കണക്കിന് കേസുകളാണ് ഓരോ ദിവസവും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിലേറ്റവും ഒടുവിലത്തേതാണ് കർണാടകയിലേത്. പുതുച്ചേരി മുംബൈ എക്സ്പ്രസ് ട്രെയിൻ കർണാടക മഹാരാഷ്ട്ര അതിർത്തിയായ ബെലഗാവിയിലെ ലോണ്ട റെയിൽവേ സ്റ്റേഷന് സമീപത്തെത്തിയപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ആ സംഭവമുണ്ടായത്. ട്രെയിനിലെ എസ്8 കോച്ചിൽ യാത്രക്കാരോട് മോശമായി പെരുമാറിയ മാസ്ക് ധരിച്ച യുവാവിനെ ടി എത്തി ചോദ്യം ചെയ്തു. ആദ്യം ടിക്കറ്റ് കാണിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ യാതൊരു പ്രകോപനവുമില്ലാതെ ഈ യുവാവ് ടിയെ കയ്യേറ്റം ചെയ്തു. ഇത് കണ്ടാണ് മറ്റൊരു യാത്രക്കാരനും ട്രെയിനിലെ ശുചീകരണ തൊഴിലാളിയും അവിടെ എത്തി പിടിച്ചുമാറ്റാൻ ശ്രമിച്ചത്. അതിനിടെ ബാഗിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് 3 പേരെയും ഈ യുവാവ് ആക്രമിച്ചു. നെഞ്ചിൽ ആഴത്തിൽ കുത്തേറ്റ റെയിൽവേ ജീവനക്കാരൻ നിമിഷങ്ങൾക്കകം തന്നെ മരിച്ചു. മറ്റു 2 പേർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. നിർത്തിയിട്ട ട്രെയിനിൽ നിന്ന് അക്രമി ഇറങ്ങിയോടി. പിന്നാലെ ഓടിയ റെയിൽവേ പോലീസിന് ഈ നിമിഷം വരെ യാതൊരു തുമ്പും ലഭിച്ചിട്ടില്ല. പറഞ്ഞു തുടങ്ങിയെടുത്തു തന്നെയാണ് അവസാനിപ്പിക്കാനുള്ളത്. എന്താണ് നമ്മുടെ ട്രെയിനുകളിലെ സുരക്ഷ? ആരെ വിശ്വസിച്ച് ജനങ്ങൾ ട്രെയിനിൽ കയറും? ഈ ചോദ്യങ്ങൾ ശക്തമായി അവശേഷിക്കുകയാണ്. ബംഗളൂരുവിൽ നിന്ന് സജിൽ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. ചില യൂട്യൂബ് സന്ദേശങ്ങൾ പെട്ടെന്ന് വായിക്കാം. റീന സതീശൻ പറയുന്നു, എൻ്റെ കലഞ്ഞൂരെ താങ്കൾ അഡ്ജസ്റ്റ് ചെയ്തോളൂ, ഞങ്ങൾക്ക് പറ്റില്ല, ഉപ്പില്ലാതെ കഞ്ഞി കുടിക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. മിനി ബാബു പറയുന്നത്, ഉറക്കമുണരുമ്പോഴും രാത്രിയിലും നല്ല ആളുകളെ കാണുന്നത് നല്ലതാണ്, അതുകൊണ്ടാണ് 24-നൊപ്പം തുടരുന്നത്. മുഹമ്മദ് ആനു പറയുന്നു, SKN എൻ്റെ ഭാര്യ കുട്ടികളെ കാണാതായി എന്നറിഞ്ഞപ്പോൾ വലിയ സങ്കടത്തിലായിരുന്നു, എന്നാൽ കുട്ടികൾ കണ്ടെത്തിയെന്നറിഞ്ഞപ്പോൾ ആശ്വാസമായി. ഇനി നമുക്ക് സംസ്ഥാനത്ത് വേനൽ മഴ കോരിച്ചൊരിയുകയാണ് പല സ്ഥലങ്ങളിലും. തൃശ്ശൂരിലും ആലപ്പുഴയിലും ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള തീരത്ത് മത്സ്യബന്ധനം വിലക്ക് ഏർപ്പെടുത്തി കഴിഞ്ഞു മത്സ്യബന്ധനത്തിന്. അപ്പോൾ ആകെക്കൂടെ കലുഷിതമായ അന്തരീക്ഷമാണ്. മഴ തകർത്ത് പെയ്യുന്നു ഇടുക്കി പോലുള്ള ജില്ലകളിൽ. കാലവർഷം എത്തിയിട്ടില്ല. മെയ് 31-ന് കാലവർഷം കേരളത്തിലെത്തുമെന്നാണ് ഔദ്യോഗിക പ്രവചനം. എന്നാൽ അതിനു മുമ്പേ മാനം കറുത്തു പെയ്യുകയാണ്. അടുത്ത ഒരാഴ്ചക്കാലം സംസ്ഥാനത്തു മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ
അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. തെക്കൻ തമിഴ്നാടിന് മുകളിലെ ചക്രവാത ചുഴിയുടെ സ്വാധീനത്തിൽ കേരളത്തിലേക്കുള്ള തെക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകും. ഇതാണ് മഴ കനക്കാൻ കാരണമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. കേരളത്തിൽ പരക്കെ മഴ തുടരും. ഇന്ന് 12 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. നാളെ 9 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. പാലക്കാട്ടും മലപ്പുറത്തും നാളെ ഓറഞ്ച് അലേർട്ടുണ്ട്. തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്ത് അതിതീവ്രമായ മഴയ്ക്കാണ് സാധ്യത. തിങ്കളും ചൊവ്വയും തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ മഴ കനത്തേക്കും. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള തീരത്തു നിന്ന് കടലിൽ പോകരുതെന്ന് നിർദ്ദേശം. മത്സ്യത്തൊഴിലാളികൾ മുന്നറിയിപ്പ് കർശനമായി പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മഴ കനത്തു. തീക്കോയി, മൂന്നിലവ് പഞ്ചായത്തുകളിൽ ശക്തമായി മഴ പെയ്യുന്നു. മൂന്നിലവിൽ മലവെള്ളപ്പാച്ചിലുണ്ടായെന്നാണ് റിപ്പോർട്ട്. മീനച്ചിലാറിന്റെ തീക്കോയി മേഖലയിൽ ജലനിരപ്പ് ഉയർന്നു. തിരുവനന്തപുരത്തും ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. നഗരത്തിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. വിവിധ വകുപ്പുകളുമായി ഏകോപിപ്പിച്ച് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം പുരോഗമിക്കുന്നതായി തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് 24നോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി തന്നെ ഉന്നതതല യോഗം വിളിച്ചിരുന്നു മഴക്കാലപൂർവ്വ ശുചീകരണം ആസൂത്രണം ചെയ്യുന്നതിനായി. ആ യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടത്തുന്നതിൽ വീഴ്ചയുണ്ടായെന്നും ആരോപണമുണ്ട്. ആരും ചെയ്യുന്നില്ല, ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. ഞാൻ കാണുന്നില്ല. ശുചീകരണം നമ്മൾ പരിസരങ്ങൾ കണ്ടില്ല. നമ്മളെ നാട്ടുകാർ കൊണ്ട് കച്ചവടം, പിന്നെ എവിടെ ശുചീകരണം വരും? കേരളത്തിൽ ഇത്തവണ കാലവർഷം സാധാരണയിൽ കൂടുതൽ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും മറ്റ് സ്വകാര്യ കാലാവസ്ഥാ ഏജൻസികളും പ്രവചിക്കുന്നത്. നമുക്ക് മുൻപാഠങ്ങളുള്ളതിനാൽ സർക്കാർ ഉണർന്നിരിക്കേണ്ട സമയമായെന്ന് ചുരുക്കം. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ഇനി നമുക്ക് ചുറ്റും പ്രകാശം ചൊരിയുന്ന ചില വാർത്തകളിലേക്കാണ് നമ്മൾ ഇനി ക്യാമറ ചലിപ്പിക്കുന്നത്. ബി പോസിറ്റീവ്. പരിമിതികളിൽ നിന്ന് സ്വയം പര്യാപ്തതയിലേക്ക് മുന്നേറുന്ന ഒരു കൂട്ടം മനുഷ്യരെക്കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. കണ്ണൂരിൽ പുരോഗമിക്കുന്ന നീന്തൽ പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുന്നവരെല്ലാം ഉൾക്കാഴ്ച കൊണ്ട് ലോകത്തെ അറിയുന്നവരാണ്. നീന്തൽ പഠിക്കാനുള്ള ഒറ്റ ആർജവും പുതിയ സാധ്യതകളിലേക്ക് അവരെ കൈപിടിച്ച് നടത്തുന്നു. ദുരന്ത നിവാരണം മുതൽ കായിക വേദികൾ വരെ ഇവരെ നമ്മൾ കണ്ടെത്തിയെന്ന് വരാം നാളെ. വെല്ലുവിളികളെ മറികടന്ന് സാധ്യതകളുടെ തീരത്തേക്ക് നീന്തിക്കയറുകയാണിവർ. നീന്തൽ പോയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതുവരെ അന്യമായിരുന്നു പലർക്കും. ഉൾക്കണ്ണിൽ പുത്തൻ അനുഭവത്തിന്റെ സന്തോഷത്തിരിളക്കം. സൂപ്പറാണ്. നമുക്ക് പറഞ്ഞാൽ അത് അധികം വലിയ ബേസ് ഇല്ല, എന്നാലും പഠിച്ച് ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി. ബ്ലൈൻഡിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. കാഴ്ച വെല്ലുവിളിയുടെ പേരിൽ അപകടം ഭയന്ന് അവസരങ്ങളെല്ലാം നിഷേധിക്കാറാണ് പതിവ്. എന്നാൽ സമൂഹത്തിനാകെയുള്ള സന്ദേശം കൂടിയാണ് ഈ നീന്തൽ പരിശീലനം. കുഴപ്പമൊന്നുമില്ല, വെള്ളം പേടിയൊക്കെ ഒന്ന് നിന്ന് എക്സ്പീരിയൻസ് ആയി വരുന്നു. ഇങ്ങനെ ഒരു ഇതൊന്നും ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല, കാഴ്ചയില്ലാത്തതുകൊണ്ട്. അൽഹംദുലില്ലാ ഉഷാറായിരുന്നു. നമ്മൾ വെള്ളത്തോടുള്ള ഭയം മാറി. ഇനി ഒരു ഫ്ലഡൊക്കെ വരുവാണെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻ്റ് ആയിട്ടുണ്ട്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് യുവജന വിഭാഗവും ഇക്യുബീയിങ് ഫൗണ്ടേഷനും ചേർന്നാണ് പിണറായി പഞ്ചായത്തിന്റെ സ്വിമ്മിംഗ് പൂളിൽ പരിശീലന പദ്ധതി നടപ്പാക്കുന്നത്. ഈ പ്രളയവും ഒക്കെ വെള്ളപ്പൊക്കമൊക്കെ വരുന്നൊരു സമയത്ത് തീർച്ചയായും കാഴ്ചയില്ലാത്തവർ വെള്ളത്തിലോ മറ്റോ വീണുപോയാൽ ഒറ്റപ്പെടരുത് എന്നുള്ളൊരു ബോധ്യത്തിലാണ് ഈ ഇത്തരത്തിലൊരു നീന്തൽ പരിശീലനം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. ഇതിപ്പോൾ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് യൂത്ത് ഫോറവും അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലാ യൂണിറ്റും ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ഇക്യുബീൻ ഫൗണ്ടേഷൻ അതിൻ്റെ ആളാണ് ഇദ്ദേഹം. 3 സംഘടനകളും ഒരുമിച്ചാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. പ്രളയമടക്കമുള്ള അപകട പ്രതിരോധം മുതൽ പാരാലിമ്പിക്സ് അടക്കമുള്ള ദേശീയ അന്തർദേശീയ കായിക മത്സരങ്ങളിലെ സാധ്യത വരെ തുറന്നിടുന്നതാണ് ഈ പരിശീലന ക്യാമ്പ്.
ക്യൂഫ്ലോട്ട് ഒരു 10-day ക്യാമ്പാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടുത്തെ എന്താ പറയുക ഏതാ പൂളിൽ ക്യാമ്പ് നടത്തുന്നത് അവിടുത്തെ ട്രെയിനേഴ്സിന് ഇതിനെക്കുറിച്ച് എന്താ പറയുക ഡിസബിലിറ്റി സെൻസിറ്റൈസേഷനും പിന്നെ പേഴ്സൺസ് വിത്ത് വിഷ്വൽ ഇമ്പയർമെൻറ്റിനെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യേണ്ടതെന്നും പഠിപ്പിക്കുന്നുണ്ട്. കാഴ്ച പരിമിതി ഉണ്ടെങ്കിലും എല്ലാ കഴിവും നന്നായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്വിമ്മിങ് പഠിക്കാൻ വന്ന ഇവർ വളരെ പെട്ടെന്ന് തന്നെ അതെല്ലാം പിടിച്ചെടുക്കാനും നന്നായിട്ട് സ്വിം ചെയ്യേണ്ട രീതിയിലേക്ക് വന്നു. അത് 4-ാം ദിവസമായിരുന്നു. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. പ്രതികരണ വേദിയുടെ ഈ എപ്പിസോഡ് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമാകുന്നു.